കഴിച്ച പൈസ കൊടുത്തിട്ട് കുട്ടിക്ക് കഴിച്ചില്ല, പൈസ ഇത്ര നേരം കൊടുത്തിട്ടുണ്ട്. എന്താ അങ്ങൊരു കൊരങ്ങനെ ഇരിക്കണ പോലെ ഇരിക്കണടാ. കല്യാണത്തിന് പോകാൻ ഇരുന്ന് ഭ്രാന്താണ്. അജ്മലിന്റെ ബർത്ത്ഡേ അവന്റെ കല്യാണമാണ് ഇന്ന്. തിരക്കായി. ഞാൻ വീട്ടിൽ തന്നെ വ്ളോഗ് ചെയ്യാൻ പറഞ്ഞിരുന്നാണ്, നടന്നില്ല. അവിടെ അനുവ് വന്നിട്ടുണ്ട്, നമുക്ക് പോയി നോക്കാം. അനു വന്നില്ല, നമുക്ക് നേരെ കയറിക്കപ്പെട്ട അനുവല്ല അനു. ഓക്കെ അവിടെ തൊപ്പി ഓക്കെ, നമുക്ക് വടക്കഞ്ചേരി കാണാം. നമ്മുടെ അജ്മലിന്റെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ്. അനൂപിനെ അറിയാത്തവരുണ്ട്. ഇന്നലെ നമ്മുടെ ലൈവിലൊക്കെ കുറെ വന്നിട്ടുണ്ട്. ചെക്കൻ ഇവിടെ ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കൻ കല്യാണത്തിന് വരുന്നേ ഉള്ളൂ. ആലത്തൂരാണ് കെട്ടാൻ പോകുന്നത്. ഞങ്ങള് ആലത്തൂർ പോകാന്നുള്ള പ്ലാനിൽ റെഡിയായി ഇങ്ങോട്ട് പോകാം. ആലത്തൂരല്ല, ശരിക്കും അവൻ്റെ വീട്ടിലേക്കാവും വിളിച്ച്. സമയം വൈകി. ഞങ്ങൾ കാലത്തെ ഷോർട്സ് കണ്ടിരുന്ന വീഡിയോസ് ഒക്കെ എഡിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ സമയം വൈകിയപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് കല്യാണം കെട്ടുന്ന ആ ഏരിയക്ക് പോകാന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ അവർ ഇറങ്ങും വിളിക്കുക. അതുകൊണ്ട് നമുക്ക് നോക്കാം. കല്യാണത്തിന് പോകാൻ ഇരുന്ന് ഭ്രാന്തായി. അപ്പോൾ ഞങ്ങളവിടെ കോട്ടയക്കുള്ള ഒരു ചായക്കടയിൽ കയറി ചായ കുടിച്ചിരിക്കട്ടെ. അവന്മാർ അവിടെ നിന്ന് ഇറങ്ങി പറയുന്നത് ഇറങ്ങണില്ല. ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന ഫസൽ വിളിക്കാൻ പറഞ്ഞു. ഫസലിനെയും അഫ്സലിനെയൊക്കെ ഞാൻ അവിടെ ഇതിന് പരിചയപ്പെടുത്തി തരാട്ടാ. നമ്മൾ അജ്മലിന്റെ കല്യാണം അവിടെ എത്തിയിട്ടാണല്ലോ കേട്ടോ. എനിക്കറിയില്ല എന്താവുന്നു. നമുക്ക് കണ്ടു നോക്കട്ടെ പരിപാടിയൊക്കെ. അത് അനുകൂടൊക്കെ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ പിള്ളേരൊക്കെ ഉണ്ട്, അവരൊന്നും കാണാനില്ല കേട്ടോ. നോക്കുന്നത് ദിവസം എങ്ങനെയാവുന്നു. ചെക്കനും ഫസലിനറിയോ? കല്യാണ പരിപാടിക്ക് വന്നിരിക്കുക. അനുപാണെങ്കിൽ ഫോട്ടോ എടുക്കണ ഫുള്ള് തിരക്കാട്ടോ. ഫസല് ക്യാമറമാൻ. നമ്മുടെ ഒരു ചങ്ങായിൻ്റെ തന്നെ ഒരു കാറുണ്ട്, അതിലാണ് ചെക്കനെ കൊണ്ടുവന്നിട്ടാ. ബെൻസ് പഴയ മോഡലാണ്. 80 കാലഘട്ടത്തിൽ 90 കാലഘട്ടത്തിലേക്ക് ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കും. പരിപാടി തുടങ്ങിയില്ല കേട്ടോ. അവിടെയാണ് പരിപാടി. ചെക്കൻ നിസ്കാരം കാര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ. അവിടെ പള്ളിയിൽ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെക്കൻ വരുന്നേ ഉള്ളൂ. നമ്മൾ ചെക്കൻ്റെ കല്യാണത്തേക്ക് ഇതാണ് മെയിൻ ക്യാമറാമാൻമാര്. 1, 2, 3 ഇഷ്ടം പോലെ ചെറിയ ക്യാമറാമാൻമാരാണ് ഇപ്പൊ. ഫോട്ടോസ് ആണ്. അതെ. അപ്പൊ നമ്മളെന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോട്ടെ. ഫുഡ് എന്തൊക്കെയാണെന്ന് അറിയില്ല, നോക്കാം. അഫ്സലും ഫസലൊക്കെ ഉണ്ട്. അനൂപ് ഇവൻ നമ്മുടെ ഫോട്ടോഗ്രാഫർ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും. ഫുള്ള് ഇവിടെ നിരക്കന ഫോട്ടോഗ്രാഫർമാരായിരുന്നു. ഇപ്പൊ എണ്ണം കുറഞ്ഞാണ്. ഫസൽ നമുക്ക് ഫുഡൊക്കെ സ്ഥലമൊക്കെ പിടിച്ച് വെച്ച് ബിരിയാണിയൊക്കെ വെച്ചിട്ട് കടക്ക് ആദ്യം അനൂപ് ഇരിക്കാന്ന് പറഞ്ഞു. ഇതിനുള്ളിൽ പീസ് ഉണ്ടാ. നമ്മുടെ കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അക്കുൻ്റെ റൂമെത്തില്ല. നമ്മൾ ഇവിടെ നിന്നാണ് എല്ലാ ട്രിപ്പും പരിപാടിയൊക്കെ യാത്ര തുടരില്ല. നിങ്ങൾ എൻ്റെ ഊട്ടി ട്രിപ്പൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. ഊട്ടി ട്രിപ്പൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി. ഹംപി ഇവിടെ നിന്ന് തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ എല്ലാ യാത്രകളുടെയും തുടക്കം ഇവിടെ നിന്ന് കേട്ടോ. എല്ലാവരും ഉണ്ട്. അനൂപ്, ജിഷ്ണു, വിനീതാട്ടൻ, അക്കു എല്ലാവരും ഉണ്ട്. അപ്പൊ കല്യാണം കഴിഞ്ഞു. ഇന്നത്തെ പരിപാടി എന്തൊക്കെയാ നോക്കാട്ടെ നമുക്ക്. നെഹദി പോയിട്ട് ഇന്ന് മന്തി കഴിക്കാനുള്ള പ്ലാനാണ്. സംഭവം ഞങ്ങള് റാവുത്തർ ബിരിയാണി കഴിച്ചു. ഇവര് കഴിക്കണം. നെഹദി അല്ലേ അതന്നെ. അപ്പൊ റാവുത്തർ കഴിച്ചു. നമുക്കറിയില്ല, മന്തി പോയില്ല കേട്ടോ. നമുക്ക് പോയി നോക്കാം. ഇവർക്കൊരു കമ്പനിയൊക്കെ കൊടുത്തിരിക്കാനേ പറ്റുള്ളൂ. അതായത് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇവരാരും കഴിച്ചില്ല. അപ്പൊ ഇവരെല്ലാവരും ഫുഡ് കഴിക്കാൻ റെഡി ആയി നിൽക്കണം. നെഹദിയിലെത്തിട്ടോ മന്തി കഴിക്കാൻ. എനിക്ക് അനുവിനെ കഴിക്കാൻ പറ്റില്ല. നമുക്ക് കയറി നോക്കാം. വിനീതനുണ്ട്. അതെന്നാ നിങ്ങൾക്ക് കഴിച്ചാ നിങ്ങൾക്ക് അണ്ണാക്കിൽ ഇറങ്ങില്ലേ ചങ്ങായി? അക്കുവിന് ഇറങ്ങൂലേ? അതെ, ജിഷ്ണു ഉണ്ട് കേട്ടാ. അപ്പൊ നമ്മള് കയറി നോക്കട്ടെ. ഇവിടെ നമ്മളൊരു പെപ്സിയെ കുറിച്ച് കമ്പനി കൊടുക്കാന്നാണ്. ഇപ്പൊ എനിക്ക് അറിയില്ല. ഞാൻ ചിലപ്പോ കഴിക്കാനുള്ള മൂടായ കഴിക്കും. നോക്കട്ടെ. ഒരു റാവത്തര ബിരിയാണി ഫുള്ള് കഴിച്ചോ? കുറച്ചേ കഴിച്ചുള്ളൂ. എന്ത് ക്ലോസ്? ഞാൻ മുളകേറ്റ് ക്ലോസ് ആക്കട്ടെ. മാറി എല്ലാം എത്തിയാ റെഡിയല്ലേ? യുദ്ധത്തിന് തയ്യാറാകും. വിനയേട്ടന് വേറെ ഒരു ചിന്തയില്ല. ഫുഡ് മാത്രം എല്ലാവരുടെ ഫുഡ് എടുത്ത് കഴിച്ചോണ്ടിരിക്കുകയാണ് വിനയേട്ടൻ. പകുതി പീസ് കട്ടു ഒളിപ്പിച്ച് വെച്ചു ചോറിനുള്ളിൽ. എന്നിട്ട് ഞാൻ കണ്ടുപിടിച്ചാണ്. ആരെടുത്തു? വിനയേട്ടനാ? വിനീതും
വിനീത് കൊടുവല്ലേ ജിഷ്ണു ഫുഡ് കഴിക്കേണ്ട മാത്രം. ജിഷ്ണുവിന് വേണ്ടി എടുത്താണ്. വീടെടുക്കുന്നുണ്ടപ്പോഴത്തേക്ക് അവൻ മാറ്റിയിട്ടു. പേര് പറ. അച്ചു. ആ, കാണാൻ ഇങ്ങനെയാണ്, പക്ഷെ ഭയങ്കര കൊടുവായൂരത്തെ എന്താ പറയാ, മറ്റേ കണ്ണിലുണ്ണിയാണ്, പെണ്ണുങ്ങളുടെയൊക്കെ കണ്ണിലുണ്ണിയാണ്. ഇന്നോവ കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അനൂപ് പാവം, വള്ളിയാണ്. വള്ളി ലാസ്റ്റ് പറഞ്ഞ ശരിയാണ്. ലാസ്റ്റ് വണ്ടിയെ പറയണല്ലേ, സ്നേഹമുള്ള അപ്പോഴേക്ക് കറണ്ട് പോകും. സമ്മതിക്കോ? ഒന്നുകൂടെ പറ. വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ കലാവിരുദ്ധകൾ? പറ. പാവയാ? ആര്? അത് നിങ്ങള് പറയണ്ടല്ലോ, നമ്മളല്ലേ പറയണ്ടേ. മന്തി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞോട്ടോ. മന്തി കയറിയിട്ട് മന്തി കൊടുത്തിട്ട് പൈസ കൊടുക്കാതിരിക്കട്ടാ. അക്കു അനൂപും കഴിച്ചില്ല. അല്ല നിങ്ങളല്ല, രണ്ടുപേരും കഴിച്ചില്ല. പൈസ ഇത്ര നേരം കൊടുത്തിട്ടില്ല. അവര് ബില്ലും തന്നിട്ടില്ല. അത് സത്യാവസ്ഥ അതാണ്. ബില്ലും തന്നിട്ടില്ല. അതാ വള്ളി വിനീത്, കൊടുവള്ളി. വിനീതേട്ട എപ്പോഴും വള്ളിയാണ്. നിങ്ങൾ എന്റെ എന്താണ്, നമ്മളവിടെ പോയി കോഴിക്കോട് വീഡിയോ കണ്ട മനസ്സിലാവും. അതില് വള്ളി പിടിച്ചിട്ടാ തുടക്കം. എവിടെ പോയാലും വള്ളിയല്ലേ. അപ്പൊ അതാ വിനീതായിട്ട് ബില്ല് കൊടുക്കുമെന്ന് അറിയില്ല. ബില്ല് ചോദിക്കാൻ വേണ്ടി പോണു പറഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും കേട്ടാ. പൈസ എത്ര നേരം ചോദിച്ചില്ല. നമ്മൾ കഴിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. അതില് പിടിക്കും. രണ്ട് മന്തി കഴിച്ചില്ല, ഞാൻ 3 കഴിച്ചു. കഴിച്ച പൈസ കൊടുത്തിട്ട് പോകുന്നത് കഴിച്ച പൈസ കൊടുത്തിട്ട് കാണല്ലോ. കഴിച്ച പൈസ കൊടുത്തിട്ട് വന്നത് വെറുതെ വള്ളി സമയമില്ലാന്ന്. കഴിച്ച പൈസ കൊടുക്കുന്നത് പൈസ വള്ളിക്കാരൊക്കെ നാളെ യൂട്യൂബിൽ ഇയാളല്ലേ അതിന്റെ വീഡിയോ ഉണ്ട് അവന്റെ അടുത്ത്. എടാ ഡെയിലി എന്റെ ലൈവിൽ എന്തിനാ വരുന്നത് അറിയോ? എന്തിനാ വരുന്നത്? എല്ലാം കാണാനല്ല. അതെ, സെക്യൂരിറ്റി വെള്ളം അടിച്ച് ഇയാളെ 4 പേരും ഒരു ഫുൾ മന്തി കഴിച്ചിട്ട് പൈസ കൊടുത്തിട്ട് ബില്ലെടുക്കാൻ പറയും. ബില്ല് തന്നില്ല നേരം. मंदिर का पैसा दिया नहीं उधर चाहिए, उधर नहीं सिक्योरिटी पकड़ना चाहिए। ये गेट पकड़ना चाहिए। गाड़ी हेलमेट पकड़ो। अड़ा इधर मंदी की तैयारी എടാ വീഡിയോ എടുക്കുന്നോണ്ട് വയറ് പിടിച്ച. എടാ അയാള് സത്യം പറഞ്ഞിട്ട് വിശ്വസിക്കല്ലപ്പാ. അതെ അയാള് സത്യം പറഞ്ഞിട്ട് വിശ്വസിക്കില്ലാട്ടാ. എന്തൊക്കെയാ അവിടെ നടക്കുന്നത് എനിക്ക് അറിയില്ല. ആ എടാ പെപ്സിക്കൊക്കെ പൈസയാണ് മോനെ, പൈസയാണേ. പിന്നെടാ പോയിട്ടോ ഇനി അവിടെ പോണ്ടേ? ജിഷ്ണു മാത്രമല്ല കിട്ടാനുള്ളൂ. ജിഷ്ണു അയച്ചു കൊടുക്ക്. ജിഷ്ണു അയച്ച് പോട്ടെ അവിടുന്ന്. എടാ വാ പൈസ കൊടുക്കപ്പാ.
ഇന്ത്യയിലെ അയച്ചു അവൻ അയച്ചിരും കൊടുത്തിട്ട് പോവാ. കുറേ നേരം നമ്മൾ കാത്തിരുന്ന് അവിടെ ചെക്ക് അതാട്ടാ ബില്ല് കൊടുക്കാൻ പോവാട്ടാ. കാരണം അവര് ബില്ല് നമുക്ക് തന്നിട്ടില്ല, അതാണ് ഇത്രയും സീനായത്. അവര് ബില്ല് നമുക്ക് തന്നിട്ടില്ല, നമ്മൾ ചോദിച്ചില്ല കേട്ടാ. അപ്പൊ അതിനുശേഷം ചെക്ക ബില്ല് കൊടുക്കാൻ പോയിട്ടുണ്ട്. ബില്ല് കൊടുത്തിട്ട് വരും, ബില്ല് കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് കാണിച്ചു. അവര് ബില്ലേ അടിച്ചില്ല കേട്ടോ. ഞങ്ങൾ 1 മണിക്കൂർ കാത്തിരുന്നിട്ടാ 838 രൂപ. 1 മണിക്കൂർ ഞങ്ങളില്ലേ, 1 മണിക്കൂർ ഞങ്ങൾ ബില്ലേ കൊടുത്തില്ല. ഞങ്ങൾ ഓരോരുത്തരെ കഴിച്ചിറങ്ങി വന്നു. അവിടെയാണ് കേട്ടോ നമ്മള് ഫുഡ് കഴിച്ച ആ ഒരു ഏരിയ കണ്ട, അവിടെ കഴിച്ചു കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് ഇറങ്ങി വന്നു. എന്നിട്ട് 1 മണിക്കൂർ ഓടി ഇരുന്ന് എത്ര നേരം വൈബ് പിടിച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ബില്ല് കൊടുക്കാൻ പോണത്. എല്ലാവരും കൂടെ കളക്ട് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ അവർക്ക് മറന്നുപോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ പൈസ കൊടുക്കാൻ നമ്മൾ എന്തായാലും കൊടുക്കും, പക്ഷെ ഇത്തിരി ഡിലേ ആയിരിക്കും. പക്ഷെ വിനേട്ടം പോകും. കൊടുക്ക് കുമാരേട്ടാ അങ്ങ്. അപ്പൊ പൈസ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്, കാരണം അവര് ബില്ല് തന്നില്ല. ഞങ്ങളെല്ലാവരും അക്കു ചാലഞ്ച് പറ, എന്ത് ചാലഞ്ച്? എന്നാ ചാലഞ്ച് വേണ്ടേ? അതായത് 6 പാക്ക് 1 മാസം കൊണ്ട് വരുത്താന്നൊക്കെ ചാലഞ്ച് ചെയ്താൽ, പക്ഷെ അക്കു ഏറ്റെടുക്കില്ല കേട്ടാ. അല്ലെങ്കിൽ പൊളിക്കായിരുന്നു നമുക്ക്. വിനീതായിട്ട് 20,000 റുപ്യ പറഞ്ഞിട്ട് ചാലഞ്ച്. അക്കു പക്ഷെ ഏറ്റെടുത്തില്ല. അക്കു ചേട്ടാ ഒന്ന് കോളെവിടി ഇതൊക്കെ കേട്ട വിശേഷങ്ങൾ. നമ്മൾ ഇവിടുന്ന് മെല്ലെ ഇറങ്ങട്ടെ, എന്തെങ്കിലും ഒരു പരിപാടി അടിച്ചിട്ട് പോവാ. അടുത്ത് ആദ്യം 200 പെയ്ഡ് പൈസ കൊടുക്കാൻ പറ്റിച്ചിരിക്കട്ടെ ചെക്കനെ. 200 പെയ്ഡ് ജിഷ്ണു. അയ്യോ, എന്നിട്ട് അവൻ പോയിട്ട് ബില്ല് മേടിക്കാണ്ട് വീണ്ടും ചോദിച്ചു മേടിച്ചേട്ടാ. ഏത് രണ്ടാമത്തെ? ഇതൊന്ന് അല്ല, അതൊന്ന്, ഇത് 2, ഇത് 3. അല്ല ഏത് പേരിൽ മാത്രമേ ഉള്ളൂ വള്ളി. വള്ളി ആകുന്നില്ല, മെയിൻ വള്ളി കൊടുവായൂർ മൊത്തം വള്ളികളാണ്. ക്ലോസപ്പ് നമ്മുടെ വള്ളിയാകാൻ വേണ്ടി പുതിയൊരാളും കൂടി നമ്മുടെ ഇന്ന് ശരിക്കും അനുഭവിച്ചു. ഞാൻ എല്ലാം അനുഭവിച്ചു. നമ്മുടെ ഗ്രൂപ്പിലോട്ട് വന്ന അതെ, എൻട്രിയില്ല. അതാ ടിക്കറ്റ് എടുത്തു പാസ് അയക്കണത്. ഫേസ്ബുക്കിൽ പോവാ, അതായത് ഇങ്ങനെ അടിച്ചു പറഞ്ഞു വെച്ചാ അക്കു വള്ളിത്തോട് ഇതെടുത്ത് പറഞ്ഞ ആള് ഫുൾ ഐഡി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അക്കു വള്ളി ഇതാണ് ആള്. അയ്യോ, അതാ ഞാൻ പറഞ്ഞ എന്റെ പേരിൽ മാത്രമേ ഉള്ളൂ വള്ളിത്തോട്. അപ്പൊ പോണ്ടേ വന്ന് അവിടെ പോണ്ടേ? ഓ ബില്ലൊക്കെ നമ്മള് കൊടുത്തിട്ടോ. ബില്ല് കൊടുക്കാണ്ടെന്നേലും നമ്മള് പോവില്ല. 832 ഒരു ഫുള്ള് പെരി മന്തി. ആലയ്ക്ക് പൊളിച്ചു നമ്മള്. അടുത്ത പരിപാടി പറ. ബാ ഇവിടെ നണിക്കാണിക്കോ. എന്ത് അക്കള തവളാച്ചി കളിക്കാൻ കണ്ടൊരു മോന്ത കണ്ട ഓടി അടാ വാ. അടുത്ത പരിപാടി എന്താ നോക്കാം. യെസ്, നമ്മൾ ഇവിടുന്ന് വല്ല തിരിച്ചിറങ്ങട്ടെ. അടുത്ത എന്താ പരിപാടി നോക്കട്ടെ, സെറ്റാക്കാം. എന്താ മോനാ ഇതിലെന്താ പരിപാടി? ബാബാ തെറിക്കാം. മെല്ലെ ഇവിടുന്ന് ഇറങ്ങട്ടെ ഏട്ടാ. ഞങ്ങൾ അങ്ങനെ മലമ്പുഴയിലതാ ആ കാണുന്നൊരു കുന്ന് കണ്ട. നമ്മൾ അന്ന് കയറിയിട്ടുണ്ടായിരുന്നു, അതിന്റെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കുന്ന് കയറാൻ വന്നാട്ടെ എല്ലാവരും. പറ ആ കാണുന്നു അത്. അതെ, കയറി നോക്കട്ടെ. നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ചെറിയൊരു 4 മിനിറ്റ് വീഡിയോസ് ഞാൻ ആയിട്ടുണ്ടായിരുന്നു. അക്കു അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ സേഫ് ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് കയറാൻ പോവാണ്. ബ്രോന്റെ പേരെന്ന് പറയാ. ബ്രോന്റെ പേരെന്ന് പറയാ. ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. 3ാം ക്ലാസ് മുതൽ ബാല്യകാല സുഹൃത്തില്ലേ? അത് കൊടുവാരാണ് കേട്ടോ. ബ്രോയെ കുറച്ച് ഷൈ. നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പൊ നമ്മൾ എല്ലാം നടക്കാട്ടാ.
നമ്മളങ്ങനെ ഈ മല കയറാനുള്ള പ്ലാനാട്ടാ. അനൂപ് കൊണ്ടുവന്ന് കുടുക്കി ഗൈസ്. അനൂപ് കുടുക്കി ഗൈസ്. അനൂപ് കുടുക്കി ഗൈസ്. അവിടെ കനാല് പുതിയതായിട്ട്, ഈ കനാല് പണി കഴിഞ്ഞിട്ട് വർഷങ്ങൾ പറയായല്ലോ. അനൂപിന്റെ പണി മന്ദം എടാ അതെന്ത് ദൈവപ്പേരയാ. നമുക്ക് പോയി നോക്കട്ടെ. അനൂപ് വഴികാട്ടി. അനൂപ് നേർവഴിയിലേക്ക് യാത്ര തുടർത്തു. പേരും പള്ളിയിട്ടാ കേസ്. അനൂപും പള്ളി, അക്കുവും പള്ളി, വിനീതേട്ടനും പള്ളി, കൊടുവായൂരും പള്ളി, കണ്ണൂരും ഒക്കെ പള്ളി. ഞാൻ മാത്രം പള്ളിയല്ലേ കാര്യം. എന്താ ഉരുള അവിടെ പൊട്ടി. മലമ്പുഴയിൽ പണ്ട് ഉരുള് പൊട്ടി 2-3 വർഷം. എന്ത് തള്ളി, എന്ത് വള്ളിയാണ്. അച്ഛൻ പോടാന്ന് ഇങ്ങനെ പറയില്ല കേട്ടോ. വണ്ടി എടുക്ക് നടക്ക്. അനുപാട്ടാ വഴികാട്ടി. അനുപാട്ടാ വിനീതേട്ടൻ ഒരു വണ്ടി എടുത്ത് ഫ്രണ്ടിൽ പോയി ഗൈസ്. ഞങ്ങളിങ്ങനെ രണ്ടുപേരും കൂടെ നടന്നുകൊണ്ടിരിക്കുക. നമുക്കിതാ ആ മലയാട്ട കയറാനുള്ള. അനൂപ് ആദ്യം പോയി വഴികാട്ടി തരുന്ന പറഞ്ഞ്. പാത്ത് പോങ്കട അണ്ണ. അതെ. അനൂപിന്റെ പൊട്ടല്. അനൂപ് നിന്നെ അക്കു ഒരു 1.5 പൊട്ടിക്കല് പൊട്ടിക്കും. ഞങ്ങൾക്ക് തോന്നുന്നു ഫുള്ള് മലയൊന്നും കയറില്ല. അത് അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് ചില്ലായിട്ട് പോകുന്നു തോന്നുന്നു. അവിടെ അക്കുസാറിന് വിനീതാണ് ആ ഭാഗത്തോട് കയറുന്നുണ്ട്. വണ്ടിയും കൊണ്ട് അധികം പോയാണ്. ഇവിടെ എത്തുമ്പോഴേക്കും കൊത തിരിഞ്ഞു. കുറച്ച് കയറില്ല. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കാണാൻ മനസ്സിലാവും. നമ്മുടെ വണ്ടി ആ ഒരു ഏരിയയിൽ നിർത്തിയിട്ടാ. എന്താ അവിടെ തോടി അവിടെ ഇരിക്കാം കുറച്ച് നേരം. അവര് വരട്ടെ. ഏത് സ്ഥലം? എന്താ മോനേത്? അതെ ഏത്? അങ്ങ് കാണുന്നത് കേട്ടാ. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയാ സ്കൈ. ഡാം കാണാ. ആദ്യം കയറിയിട്ടാ മലമ്പുഴ ഡാമിന്റെ വീണ്ടും ഒരു വ്യൂ കിട്ടി. ഇവിടുത്തെ വിഷ്വൽസ് ഒക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുണ്ടോന്ന് എനിക്കറിയില്ല. ആ വീഡിയോസ് കണ്ടിലേക്കാണ് നമ്മുടെ അക്കൂസേട്ടൻ എന്താ അങ്ങൊരു കുരങ്ങനെ ഇരിക്കണ പോലെ ഇരിക്കണ. അതാണ് നമ്മുടെ അക്കൂസേട്ടൻ. അന്ന് വരുമ്പോൾ ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് അത്യാവശ്യം വെള്ളമായത്. നമ്മൾ കുറച്ച് നേരം എന്തായാലും വൈബ് ആസ്വദിച്ചിട്ട് ഇറങ്ങും. ഡാം തുറന്നു എന്നിട്ട് കുറച്ച് കുറഞ്ഞു എന്നാലും ഫുള്ളാട്ടാ. ഇവിടുന്ന് കുറച്ച് നേരം വൈബ് ആസ്വദിച്ചിട്ട് നമ്മൾ മെല്ലെ ഇറങ്ങി കഴിക്കുന്നത് ഒരു ഈവനിങ്. നമ്മൾ കുറേ നേരം ഇവിടെ ഇരുന്നു കേട്ടോ. അതാണ് മലമ്പുഴ ഡാമിന്റെ ഒരു ബ്യൂട്ടിഫുൾ ഏരിയ. പിള്ളേരൊക്കെ ഇവിടെ നിന്നിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും തിരിച്ചിറങ്ങണം. ഇപ്പോൾ ഒരു 6 മണിയായി. മെല്ലെ തിരിച്ചിറങ്ങട്ടെ. ഒരു ഈവനിങ് അടിപൊളിയായിട്ടാ. എനിക്ക് പിള്ളേരായിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട്. അതെ നിങ്ങൾ അടിച്ചു പൊളിക്കടാ. ഞാൻ ഇല്ലടാ. ഞാൻ അടുത്ത ആഴ്ച വരടാ. വരാൻ പറ്റാത്തോണ്ടാണ്. നിങ്ങൾ പോയിട്ട് എൻജോയ് ചെയ്യും. ഇവരില്ലേ പള്ളി മറ്റാ ചക്ക മറിയില്ലേ നമ്മൾ മലമ്പുഴക്ക് വന്നപ്പോ ഇറങ്ങി നടക്കാണ്. പക്ഷെ മറ്റാ ഷോട്ട് കൊണ്ട് കൂട്ടം മാറ്റണ്ടാ. അപ്പോൾ ഗൈസ് ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു സൺഡേ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കാം. അനൂപ് അത് അവിടെ ഉണ്ട്. വണ്ടി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അക്കും വിനീതേട്ടനും ജിഷ്ണുവരൊക്കെ മെല്ലെ വണ്ടീൻ്റെ അടുത്ത് പോയി. അവൻ്റെ വണ്ടി വേറെ സ്ഥലത്താണ് നിന്ന്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഈ മംഗൾ ഡാം വെച്ചിട്ട് ഇന്ന് ഇവിടെ നിന്ന് വെച്ചിട്ട് എൻഡ് ആക്കുകയാണ്. അപ്പോൾ ഈ മലമ്പുഴ മംഗൾ ഡാം മലമ്പുഴ എനിക്ക് എപ്പോഴും മാറിപ്പോട്ടെ. ഞാൻ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ലൈവ് ആരും കാണാത്തവരുണ്ട് ലൈവിൽ കയറി. അപ്പോൾ അനൂപ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഈ ഒരു കിടിലൻ വീഡിയോസ് എൻഡ് ആക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പൊളിച്ചെടുക്കുക. അപ്പം മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ. ഒരു ബായ് കൊടുക്കണം എല്ലാവർക്കും. ബൈ ബൈ. മറ്റൊരു വീഡിയോ കാണാം. See you.